ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ ഒരു റീയൂണിയൻ പാർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. റീയൂണിയൻ എന്ന് പറഞ്ഞ ഒരു വെഡ്ഡിങ് റിസപ്ഷനുണ്ട്. അതായത് 5 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്, അതായത് ഒരു ഡിവിഷനും മാറിയില്ല, ഒന്നും മാറാതെ ഞങ്ങളുടെ ഉള്ള ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനായിരുന്നു. കല്യാണം അങ്ങ് തമിഴ്നാട്ടിലായിരുന്നു, അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് റിസപ്ഷൻ നമ്മളിവിടെ കൂടി. അപ്പം അങ്ങനെ എല്ലാവർക്കും സർപ്രൈസായിട്ട് നമ്മൾ മണവാളനും ഫ്രണ്ട്സിനും എല്ലാവർക്കും സർപ്രൈസായിട്ട് നമ്മൾ ഫാദറിനെ കൊണ്ടുപോയി. അതായത് ഞങ്ങൾ ക്ലാസ് ടീച്ചറുണ്ടല്ലോ, അന്ന് ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ആ ഫാദറിനെ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഫാദറുമായിട്ടുള്ള കുറേ ക്ലിപ്പിങ്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര തിരക്കിലായിപ്പോയി. ഇത്രയും തന്നെ ഒപ്പിച്ചത് എൻ്റെ ഏതോ ഒരു ഭാഗ്യം. അങ്ങനെ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈബടിച്ച് വയ്ക്കുന്നത് ചില്ലിങ്ങായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, കണ്ടോ എല്ലാവരും യോയോ സ്റ്റൈലൊക്കെ ഇട്ട് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുപ്പം ഒരു 3-4 തവണയെങ്കിലും ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരെയും കണ്ടു. അയ്യോ അങ്ങനെ ഞങ്ങളുടെ പഴയ സ്കൂൾ ടൈംസൊക്കെ റീയൂണൈറ്റ്, അതായത് നമ്മൾ നെസ്റ്റ് അടിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡെല്ലാം കൂടെ കഴിക്കാൻ നേരം പിന്നെ ഇവന്മാരെന്നെ ഇട്ട് വാരാൻ വേണ്ടി നിൽക്കുന്നതാണ്. എന്നെ വാരുക എന്നുള്ളത് ഇവന്മാരുടെ ഹോബിയാണ്. അങ്ങനെ അത് പണ്ടും അതെ ഇന്നും അതെ. ഞാൻ എവിടെ വെച്ച് കണ്ടാലും നമ്മളെ 10 ആ ഒരു വൈബ് തന്നെയാണ് ഞങ്ങളെല്ലാവരും. നമ്മളങ്ങനെ വളർന്നു എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഓരോരുത്തരും പാർട്ടായിട്ടാണ് വന്നത്. എല്ലാവരും ഒരുമിച്ച് കിട്ടി, എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ടുള്ളത് കിട്ടിയില്ല. കുറച്ച് ആൾക്കാരെയാണ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നാലും എല്ലാവരും ഫുള്ളായിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കല്യാണ റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. റിഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇത്. അങ്ങോട്ട് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചില്ലടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. ഇവരൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. ലൊറേൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ബീച്ചിലോട്ട് പിടിപ്പിച്ച് ഞങ്ങൾ കുറച്ച് വേവടിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അങ്ങനെ അവിടെ കിടക്കയൊക്കെ വിരിച്ച് അങ്ങനെ ഞങ്ങൾ ഓരോരോ പഴയ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ചില്ലടിച്ച് വൈബടിച്ച് ഞങ്ങൾ അങ്ങനെ കടപ്പുറത്ത് കുറേ നേരം ഇരുന്നപ്പോൾ അവൻ്റെ പ്രാസനം കണ്ടാ വീഡിയോ എടുക്കരുതെന്ന്, എന്നിട്ട് പോസ് ചെയ്ത് തരുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കണ്ട ഭയങ്കര സപ്പോർട്ടായി. ഇതുപോലെ ഫ്രണ്ട്സിന് വേറെ എവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസ് എടുത്ത് കല്യാണ വീട്ടിൽ നിന്നും എടുത്ത് അല്ലാതെയും എടുത്ത്. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച്. അപ്പം കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.